ഈ എട്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ചുവപ്പ് പട്ടയം തേടി എന്ന നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചുവപ്പ് പട്ടയം ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ. ബസ് അമ്പുകുത്തി മലയോട് അടുക്കും തോറും മനസ്സ് കൈവിട്ട് മറ്റേതോ ലോകത്തിലേക്ക് പോവുകയാണ്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശിലായുഗ സംസ്കാരം, ശിലായുഗം എന്ന് പറഞ്ഞാൽ പണ്ട് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പം അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക്, ശിലായുഗ സംസ്കാരത്തിലേക്കാണ് പോകുന്നത്. പൗരാണികതയുടെ ഗന്ധം പേറി കുറേ മനുഷ്യർ മല കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അമ്പുകുത്തിമലയുടെ അടിവാരത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത്, അന്ന് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലുകൊണ്ടുള്ള മഴുവൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. കയ്യിൽ വെള്ളാരം കല്ലി പണിതെടുത്ത മഴുവുണ്ട്, അതായത് കോളനി. ചിലരുടെ കയ്യിൽ ചിത്രപ്പണി ചെയ്ത മൺകോപ്പകളുണ്ട്, കുടങ്ങളുണ്ട്. അവർ മലയടിവാരത്ത് ഓലിയിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നു. അവരിൽ ചിലർ മുടിയാമ്പള്ളി ഭഗവതിയാണ് ആരാധിച്ചിരുന്നത്. മുടിയാമ്പള്ളി ഭഗവതി എന്താണെന്ന് നമുക്കിനി വരുന്ന ഭാഗത്ത് നോക്കാം കേട്ടോ, ആ പേര് വരാൻ കാരണം എന്നാന്നൊക്കെ. പക്ഷെ വാക്കുകൾ പുറത്ത് വരുന്നതാകട്ടെ മനസ്സിലാവുന്നുമില്ല നമുക്കപ്പം. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഈ യാത്രിക പോകുന്നതിൻ്റെ ഒരു യാത്ര, മനസ്സുകൊണ്ടൊരു യാത്ര നടത്തുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ മലയാളിയുടെ പൂർവികരാകാം അവർ. മലയാളി എന്ന വർഗത്തിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാവാം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. 5000ഓളം വർഷം അവിടെ ഒരു സംസ്കൃതി നിലനിന്നിരുന്നു. ഇപ്പോൾ ഈ വയനാട്ടിൽ 5000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംസ്കാരം നിലനിന്നിരുന്നതായിട്ട് പറയപ്പെടുന്നു എന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാരും മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നവരാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർ. അതുപോലെ ചരിത്രകാരന്മാരുമൊക്കെ പറയുന്നുണ്ട് അവരെങ്ങനെ ജീവിച്ചു, അവരുടെ ഭാഷ. ഇപ്പം ഇവർ യാത്രികർ ചിന്തിക്കുകയാണ് അവരുടെ ഭാഷ എന്തായിരുന്നു, അവരുടെ വേഷം എന്തായിരുന്നു, അവർക്ക് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവ എങ്ങനെയായിരുന്നു, അവർ കൃഷി ചെയ്യുന്നവരായിരുന്നു, അവർക്ക് കുടുംബം ഉണ്ടായിരുന്നോ, ഇങ്ങനെ 1000 ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക്